അപ്പൊ ശരിക്കും ഇപ്പൊ കേസിന്റെ ഒരു നില എങ്ങനെയാണ്? കേസിൽ കോംപ്രമൈസ് ആയി. പക്ഷെ ഇവന്റെ ഇത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ചീറ്റിംഗ് കേസിൽ ഇവൻ അകത്താക്കാൻ വേണ്ടി നോക്കിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത കേസിൽ എന്തായാലും വീട്ടുകാരാണ് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അതിനെപ്പറ്റി ഇവർ തന്നെ തീരുമാനിക്കേണ്ടത്. കോംപ്രമൈസ് ആയാലും അകത്ത് പോയത് 15 ദിവസത്തേക്ക് റിമാൻഡാണ്. അത് നമ്മൾക്ക് പിന്നെ നമ്മുടെ അനിയനെ പോലെയാണ്. പിന്നെ അവന്റെ വീട്ടിലൊക്കെ ഞാൻ പോകാറുള്ളതാണ്. അവൻ അമ്മ അച്ഛനൊക്കെയാണ് എനിക്ക് പരിചയമുള്ളതാണ്. പിന്നെ നമ്മളെ അനിയനെ പോലെ ഇത്ര കാലം കൊണ്ടു നടക്കുന്നത്. അവനെ ദ്രോഹിക്കാൻ ഒരു ഉദ്ദേശം ഉണ്ടായില്ല. പക്ഷെ അവൻ എനിക്കെതിരെ ഇത്രയും ഞാൻ ഒരു തെറി പോലെ അവനെ തിരിച്ചു വിളിച്ചാൽ ഇത്ര നേരമായിട്ടും. കാരണം നമുക്കറിയാം അവന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന്. സാറില്ല പോട്ടേന്ന് വിചാരിച്ച് വിട്ടുകളഞ്ഞാണ്. അതുപോലെ അവരും നല്ല രീതിയിൽ തന്നെ പെരുമാറി. നമ്മൾ നേരിട്ട് കണ്ട് എല്ലാം കോംപ്രമൈസ് ആക്കിയത്. പക്ഷെ ഈ നമ്മൾ കോംപ്രമൈസ് ആക്കി, പക്ഷെ പുറത്തുള്ളൊരു കോംപ്രമൈസ് ആക്കിയിട്ടില്ല. കുറെ പേര് അവന് പൈസ കൊടുത്തിട്ടില്ല, അവൻ പൊട്ടനാണ്, അവനെ പറ്റിച്ചു. അത് ഞാനിപ്പോ ചോദിക്കാൻ വന്നപ്പോ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ലിബിലി എന്ന് അവനൊക്കെ എന്തോ രോഗി എന്തോ അസുഖമുള്ള ആൾക്കാരൊക്കെയാണ്. നമ്മളൊക്കെ അവനെ അല്ല അവരിപ്പോ നിങ്ങളെ പൊട്ടാന്നോ മണ്ടാന്നോ അങ്ങനെ മാപ്സ്റ്റിക് പൊട്ടം അല്ല തെണ്ടികളാ. പൈസ കിട്ടാത്തോണ്ടാണ് നിങ്ങൾ അങ്ങനെ എതിരെ ഒന്നാമത്തെ കാര്യം ഇടിച്ചെന്നൊക്കെ പറഞ്ഞു. ഇവന് 5 ദിവസം ഞാൻ പൈസ കൊടുക്കാനില്ല. എനിക്കറിയാൻ പാടില്ല അവനെന്തിനും ഇടപെട്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം ഇത് ജോസ് പറഞ്ഞു തിരിച്ചു പറയാൻ എനിക്ക് പറ്റിയ അബദ്ധമാണെന്ന് പറഞ്ഞു. അതുപോലെ ഇവന്റെ കാര്യങ്ങളും പറഞ്ഞ് വീഡിയോ റെക്കോർഡ് വന്ന് എഴുതി തീർത്ത ഒരു കാര്യമാണ്. ആ കാര്യത്തിനെതിരെ ഈ പറയുമ്പോൾ ഇവന്റെ കേസ് വെച്ചിട്ട് ഓൾറെഡി കേസ് കൊടുത്തു കഴിഞ്ഞാൽ അകത്ത് പോകുന്നു. അകത്ത് പോകും. കാരണം അത്രയും സംഭവം തീർത്ത് ആ ഒരു കാര്യത്തിനെ കുറിച്ച് അറസ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അതായത് ഇത് എങ്ങനെ തീർത്തേന്ന് അറിയാമോ? ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഈ പറയുന്ന മാനിപ്പുലേറ്റ് ചെയ്തേ എന്നുള്ള കാര്യങ്ങൾ പെരേരയോട് ചോദിച്ചു. അപ്പൊ ഇതെങ്ങനെ തീർക്കാമെന്ന് പറഞ്ഞപ്പോ ഇവൻ ഈ ചെയ്തേക്കുന്ന ആളുകൾ ആരാണ്? അതായത് ഈ അലിൻ ജോസ് പെരേരനെ വീഡിയോ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ അലിൻ ജോസ് പെരേരയുടെ കേസ് ഒതുക്കി തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ വേഷം ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് ബ്യൂട്ടീഷ്യൻസ് ആരൊക്കെയാണ് ഈ ഇതിൽ ചെയ്തേക്കണേ 5 പേരുടെയോ 6 പേരുടെയോ വീഡിയോ പറയുക. അവർ ഇന്ന ആൾക്കാർ പറഞ്ഞിട്ടാണ്, ഇന്ന ചാനലുകാർ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തേക്കണേന്ന് പറയുക. എന്നിട്ട് അത് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുക. ആ വീഡിയോ ചെയ്ത് ലോകത്തിനോട് പറയുക ഇവർ അതിന് തെറ്റല്ല, എൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞ് മാത്രമാണ് ഇതിനൊരു കോംപ്രമൈസ് എന്ന രീതിയിലാണ് ഈ കോംപ്രമൈസ് നിന്നിട്ടുള്ളത്. ആ വീഡിയോക്കെതിരെ വേറൊരു വീഡിയോ ചെയ്ത് വേറെ ആൾക്കാർ എന്തൊക്കെയാണ് ഇതാണ് ഇതിന്റെ ഇത് ചെയ്തത്. അത് അവന്റെ അമ്മയും എല്ലാവരും വന്ന് സമ്മതിച്ച് ഏറ്റു പറഞ്ഞു പോയതാണ്. ലിബിലിക്ക് കണക്കുകാരെ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാൻ പാടില്ല. പുള്ളി ഭയങ്കര ആധികാരമായിട്ട് കണക്കൊക്കെ അകത്ത് നമുക്ക് പിന്നെ ഇതിന്റെ പുറകെ നടക്കാൻ സമയമില്ല. ഞങ്ങൾക്ക് ഒരു ഓണമൊക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാം ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ വെച്ച് തീർക്കുകയാണ്. കോടതിയിലേക്ക് അങ്ങനത്തെ ഒരു സംഭവമില്ല. വഴക്കിടാനുമില്ല, ഒന്നിനുമില്ല. നമ്മള് ഇപ്പൊ എന്താ പ്രശ്നം പറ്റുന്ന പറയാം. വ്യാജ ജോസഫ് ഇപ്പൊ നാളെ വന്നിട്ട് ഇവനെ വിളിക്കും. ഇപ്പോഴും ഇവന് മെസ്സേജ് അയച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോഴും നിങ്ങൾ കോണ്ടാക്ട് അല്ല അവൻ മെസ്സേജ് അയക്കും. ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. കാരണം അങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. ചേട്ടാ അങ്ങനെയാണ്, ചേട്ടാ ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ജോസഫിക്ക് വഴക്ക് എന്താണ്, ഇതെന്താണ്, ആ പിറ്റ് കുറച്ച് കഴിഞ്ഞാൽ മാറും. അത് ഈ പറയുന്ന പോലെ എന്ത് സപ്പോർട്ട് റീച്ചാക്കാം. അമ്മൂമ്മയുടെ മരണം ഞാൻ പറഞ്ഞു. അതേപോലത്തെ ഞാൻ പറഞ്ഞു ബിഗ് ബോസിൽ അവൻ പോകാത്തതിന് കുറച്ച് ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളൊക്കെ. ബിഗ് ബോസിൽ അവൻ പോകാത്തതിന് അവന് വളരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അവരോട് വഴക്കിടാനോ തല്ലി പിടിച്ചിട്ടോ തല്ലി പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ നിന്നോട് വഴക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണ്ടേ? ആ മനസ്സിലാവാത്ത ഒരാളാണ് ഇത്. നിന്നോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളാണ് എൽജസ്. ആരോടും സ്നേഹമില്ല, അവന് ആരോടും ഇഷ്ടവുമില്ല, ദേഷ്യവുമില്ല. നേച്ചറാണ്. ആരോടും വഴക്കൂല, ദേഷ്യമില്ല. എന്നാൽ അവന് ഒച്ചപ്പാട് ഉണ്ടാക്കും, പിന്നെ അപ്പം അതുപോലെ നടക്കും. സ്നേഹിക്കും, അതുപോലെ ദേഹം എന്ന് പറഞ്ഞ സാധനം അങ്ങനെ എന്തിലാവട്ടെ, അതൊക്കെ എന്തിലാവട്ടെ. അപ്പൊ അങ്ങനെയാണ് സാധനം തീർത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് വീണ്ടും വീഡിയോ ചെയ്ത് എന്തിനാണ് വെറുതെ അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് വീണ്ടും ചെയ്ത് എന്റെ പൊന്ന് എന്ത് ലീയാണെങ്കിലും ഇതാണ് കാര്യം.